നമ്മുടെ ഫുജേറയിൽ മോനെ ഇനി നിങ്ങൾ കറാമ വൈബ് അവിടെ വൈബ് ഇവിടെ വൈബ് പറഞ്ഞിട്ട് എവിടേക്കും പോകാൻ നിൽക്കണ്ട. നമ്മളെ ഫുജേറയിൽ തുടങ്ങിയിട്ടുണ്ട്. ഉപ്പിലിട്ടതും നല്ല ചൊരണ്ടി ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ചായ കുടിക്കാൻ വന്നതാ, അപ്പോഴാണ് ഈ തട്ടുകട കണ്ടത്. എന്നും വരുന്നതാ, അതെ, എല്ലാ ദിവസവും വരുന്നതാ. അപ്പോഴാണ് ഇത് പുതിയ ആംബിയൻസ് ആണ്. ഒരു പ്രത്യേക ലുക്ക്. മധുരം നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇളക്കാം. അതന്നെ കുറച്ച് ഇളക്കാം. ഇതിപ്പോ എന്താ ഇത് നമ്മളെ പറയ്. പാഷൻ ഫ്രൂട്ട് നല്ല പാഷൻ ഫ്രൂട്ടിന്റെ എസ്പാഷ്യോ റെസ്റ്റോറന്റിനെ കുറിച്ചിട്ട് 2 വാക്കുകൾ പറയോ? ഉപ്പിലിട്ട് തരാം. പേരക്ക, ആപ്പിള്, പൈനാപ്പിള്, കുക്കുംബർ ഒക്കെ ട്രൈ ചെയ്തു. അതിൽ എനിക്ക് ആപ്പിൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ. വൈബ് സ്ഥലം, ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്നിരിക്കാം. നല്ല ഉഷാർ സ്ഥലം. അതെ, ഒരു ടീം തന്നെ ഉണ്ട്. അബുദാബിന്ന്, ഉമൽക്കോയിന്ന്, അജ്മാന്, അങ്ങനെ നമ്മൾക്ക് ഒരു ടീം തന്നെ ഉണ്ട്. ഫുൾ ഫാമിലി ഞങ്ങൾ വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഈ ഉപ്പിലിട്ട സാധനം കഴിക്കാന്ന് പറയുന്നത്. അവരുണ്ടായിരുന്നു, അതും ഒരു പുതിയ ഐറ്റംസ് ആയിരുന്നു. കുറെ വെറൈറ്റീസ് ഉണ്ട്. സാധനം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ടേസ്റ്റ് ഉണ്ട് അല്ലേ? നമ്മുടെ ഫുജേറയിൽ മോനെ ഇനി നിങ്ങൾ കറാമ വൈബ് അവിടെ വൈബ് ഇവിടെ വൈബ് പറഞ്ഞിട്ട് എവിടേക്കും പോകാൻ നിൽക്കണ്ട. നമ്മളെ ഫുജേറയിൽ തുടങ്ങിയിട്ടുണ്ട്. ഉപ്പിലിട്ടതും നല്ല ചൊരണ്ടി ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അടിപൊളി സാധനമാണ്. എല്ലാവരും കൂടി വന്നോ. റമദാൻ കഴിഞ്ഞ് ഫാസ്റ്റിംഗ് കഴിഞ്ഞ് നോമ്പ് തുറന്ന് തറാവി നിസ്കാരോ എന്തൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ അടിച്ചാണ്ടല്ല ഭയങ്കര കണ്ട കത്തി കയറും. അമ്മാതിരി ഐറ്റംസാണ്. നമ്മളിപ്പോൾ നമ്മൾ ഈ ഇവിടെ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, കറാമ വൈബ് എന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ കടകളിൽ ആ കാണുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉപ്പിലിട്ട മാങ്ങ ഞാൻ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഇവരെ റിവ്യൂ ഞാൻ വേണമെങ്കിൽ ഇവരെ കൊണ്ട് പറയുക. ഇവിടെ കഴിച്ചവരെ റിവ്യൂ നമുക്ക് എടുക്കാം. ഓക്കെ, അതാ ഒന്ന് റിവ്യൂ പറഞ്ഞാൽ നിങ്ങൾ കഴിച്ചതിൻ്റെ ഇവിടെ നിന്ന് പറഞ്ഞോ അങ്ങനെ ഇഷ്ടമുള്ള പോലെ പറഞ്ഞോ. ചായ കുടിക്കാൻ വന്നതാ, അപ്പോഴാണ് ഈ തട്ടുകട കണ്ടത്. എന്നും വരുന്നതാ, അതെ, എല്ലാ ദിവസവും വരുന്നതാ. അപ്പോഴാണ് ഇത് പുതിയതായിട്ട് കണ്ടത്. അപ്പൊ അത് എന്താ നോക്കാൻ വന്നപ്പോ കുറെ ഉപ്പിലിട്ട സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങള് ഉപ്പിലിട്ട കാണിച്ചു കൊടുക്കുക. ഇങ്ങോട്ട് പോരെ നിങ്ങൾ പോരെ കാണിച്ചു കൊടുക്കുക. ഇതിലെ പേരക്ക, ആപ്പിള്, പൈനാപ്പിള്, കുക്കുംബർ ഒക്കെ ട്രൈ ചെയ്തു. അതിൽ എനിക്ക് ആപ്പിൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ. ഏട്ടനോ? നമ്മുടെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഈ ഉപ്പിലിട്ട സാധനം കഴിക്കാന്ന് പറയുന്നത്. അപ്പോ എനിക്ക് പേരക്ക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പേരക്ക മറ്റേ ഉപ്പും മുളക് കൂട്ടി കഴിച്ചിരുന്ന ഒരു ടേസ്റ്റ് ആണ് പണ്ടുണ്ടായിരുന്നത്. ഇത് ഉപ്പിലിട്ടതും വെച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, കുക്കുംബർ ഉണ്ടായിരുന്നു, അതും ഒരു പുതിയ ഐറ്റംസ് ആയിരുന്നു. കുറെ വെറൈറ്റീസ് ഉണ്ട്. എന്തൊക്കെ പുതിയത് വരുന്നുണ്ടെന്ന് മാങ്ങ വരുന്നുണ്ട്, അതൊക്കെ പുതിയത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വൈബാക്കാനുള്ള പരിപാടി മൊത്തത്തിൽ ഇവര് ഒരു ഗാനമേള സെറ്റപ്പ് ഒക്കെ ആക്കാനുള്ള പരിപാടിയാണ്. മുട്ടിപ്പാട്ട് സ്പീക്കറൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതായത് UAE നിങ്ങൾ പതുക്കനെ കേരളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനല്ല അങ്ങനെ റംസാൻ നോമ്പ് നമുക്ക് അടിച്ചു പൊളിച്ച് പോവാം, ഉഷാറാക്കാം. ആർക്കും ആ ഒരു 30 ദിവസം എന്താ പറയാ മറക്കാൻ പറ്റാത്ത അങ്ങനെ ആക്കണം. നല്ല സ്പേസ് ആയതുകൊണ്ട് പാർക്കിങ്ങിനും ഒരുപാട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ. അല്ല, ഞാൻ സ്ഥിരം വരുന്ന ഒരു സ്പോട്ടാണ്. ചായ കുടിക്കാൻ വരുന്ന സ്പോട്ടാണ്. അവിടുത്തെ കടികളെ കുറിച്ചിട്ടൊക്കെ എന്താ അഭിപ്രായം? അടിപൊളിയല്ലേ? സ്ഥിരം വരുന്നു എന്ന് പറയുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അറ്റ്മോസ്ഫിയർ നല്ല ആംബിയൻസും ആണ്. അത്യാവശ്യം പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട്. അത് റെഡിയാ. ഞാനും ഫാമിലി ആയിട്ട് വരണം കേട്ടോ. ഓക്കെ, താങ്ക്സ്. നിങ്ങളെ ഫീഡ്ബാക്ക് കിട്ടിയാല് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഗിഫ്റ്റ് ഹാമ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു പേര കൊടുക്കുമോ? ഓക്കെ, എന്തേലും. ഓക്കെ, അപ്പൊ നമ്മളെ വ്ളോഗിൽ തന്നെ താങ്ക്സ്. അപ്പൊ നമ്മളുടെ വ്ളോഗില് കണ്ടില്ല നിങ്ങൾ ഈ ഒരു ജെന്യൂനിറ്റി ആയിട്ടാ, ഭയങ്കര ജെന്യൂൻ റിവ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഫുജേറയിലെ ആരയിലൊക്കെ ഇതേപോലെ കറാമയിലും അതുപോലെ കിസൈസിലും മുവൈലയിലൊക്കെ പോയിട്ട് ഈ ഒരു സാധനം ഇവിടുന്ന് ഇവിടുന്ന് ഡെയിലി കറാമയ്ക്ക് പോകുന്ന ടീമുകളുണ്ട്. ഈ ഒരു 3 മണി ടൈമിൽ ഈ എന്താ പറയുക ഉപ്പിലിട്ട് ഇതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി പാട്ട് മുട്ടിപ്പാട്ട് അങ്ങനത്തെ ഇനി ആഗ്രഹത്തിന് പോകുന്നവർക്കും നമ്മളിവിടെ സംഭവം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളിവിടെ സെറ്റ് കുറച്ച് ആൾക്കാരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് നമ്മളെ പുതിയ സ്പോട്ട്. ഇവിടുന്ന് തുടങ്ങേണ്ടി മൂപ്പരാണ് ആദ്യം തുടങ്ങാം. ഓക്കെ, എന്ന് പറഞ്ഞോ. സാധനം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല.
ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഓക്കെ. എന്തേലും മാറ്റങ്ങൾ വരുത്തണം എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഉപ്പ് പുളി അങ്ങനെ എന്തെങ്കിലും കൂടുതലോ സുർക്ക കൂടുതലോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇപ്പത്തെ ഡിഷിൽ ഒന്നും ഒക്കെ അടിപൊളി സാധനം അല്ലേ? നല്ല നോമ്പറന്ന് കഴിക്കാൻ പറ്റിയ സാധനം. എന്തെങ്കിലും അഭിപ്രായം പറയണോ? നിങ്ങളെ അഭിപ്രായം ഉഷാറല്ലേ? ആരാടാ? ആ, നിങ്ങൾക്കോ? ഇഷ്ടപ്പെട്ടു. ഉഷാറായില്ലേ? നല്ല കുഴപ്പമില്ല. നല്ലല്ലേ? ആ, ഓക്കെ. അപ്പോ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഇനി റാശി തിന്നണം. എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാം എന്തൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോട്ടെ. എല്ലാ ഐറ്റംസും ഉണ്ടെന്ന് പറഞ്ഞാല് ഇതിപ്പോ എന്താ, ഇത് നമ്മളെ പറയ്. പാഷൻ ഫ്രൂട്ട്, നെല്ലറയുടെ പാഷൻ ഫ്രൂട്ടിന്റെ പാഷൻ ഫ്രൂട്ടിന്റെ മറ്റേ പൽപ്പ സിറപ്പ്, നന്നാരിന്റെ സിറപ്പുണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് ചൊരണ്ടേസ് ഉണ്ട്. ചൊരണ്ടേസ് എന്തായാലും നമ്മള് ചൊരണ്ടേസ് അടിക്കാൻ പോകണല്ലോ. അവിടെ അടിക്കുന്നുണ്ട്. ചൊരണ്ടേസ് വരും ഒന്ന്. ഓക്കെ, സ്പീഡ് ആയിക്കോട്ടെ. അപ്പൊ ഇടുമ്പോ കളർഫുള്ളാ. അത് ഇടുമ്പോ പറയണോട്ടോ. ഓക്കെ. പിന്നെന്താ പറയും? പിന്നെന്താ, അപ്പോ ഇവിടുത്തെ നല്ല ആംബിയൻസ് ആണ്. എല്ലാവർക്കും വന്നിങ്ങാണ്ട് കഴിക്കാൻ പറ്റിയൊരു സ്പേസ് കൂടിയാണ്. പാർക്കിംഗ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് ഫുജൈറ സ്റ്റേഡിയത്തിന്റെ നേരെ സ്റ്റേഡിയത്തിന്റെ ഫുജൈറ സ്റ്റേഡിയം കാണിച്ചിട്ടുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എല്ലാരും വരിക, എൻജോയ് ചെയ്യാ. അപ്പൊ എന്താ പറയാ, അപ്പൊ ഞാനും കറാമക്ക് പോകണ്ടല്ലേ? ആരും കറാമക്ക് എന്തിനാ പോണേ? ഇവിടെ സ്പോട്ട് ഉണ്ടാവുമ്പോ പിന്നെ ആരും പോകത്തില്ല. മുട്ടിപ്പാട്ടും എല്ലാതും വരുമ്പോ അപ്പൊ അതും കൂടി വന്നു കഴിഞ്ഞാൽ വീണ്ടും കളറാവും. തീർച്ചയായും അല്ലേ? ഇനി ഫുഡ് കഴിക്കണവർക്ക് ഫുഡും അടിപൊളി ഇതല്ലേ അല്ലേ? അതെ. ഇനി നോമ്പ് തുറക്കാൻ വരുന്നവർക്കാണെങ്കിൽ റെസ്റ്റോറന്റ് ആണ് ഇത് നമ്മളെ ഫുജൈറയിൽ വെച്ചിട്ടാ. അത്യാവശ്യം ഫുഡും നല്ല ടേസ്റ്റി ഫുഡും ചായ ഒക്കെ കിട്ടണതാണ്. ഇപ്പൊ ഒക്കെ കഴിഞ്ഞിക്കണ്. കാരണം റമദാന്റെ ആയ കാരണം ഫുള്ള് പൊരിങ്ങടിയൊക്കെ പോയിക്കണ്. ഓക്കെ. അപ്പൊ അതൊക്കെ നമ്മള് കാണിച്ചുതരാം. വൈസ്വരത്തെ അടിക്കണ ഞാൻ കാണിച്ചുതരാം കേട്ടോ മക്കളെ. നല്ല രസമാട്ടോ. ഇവിടെ ആകെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. സംഘ എന്തെങ്കിലും രണ്ടു വാക്ക് പറയണം. രണ്ട് കൊടുത്തേ മൈക്ക് കൊടുത്തേ കുടുക്കി മൈക്ക്. ഇത് അതിനിതല്ല, ഇത് ഞാനേ എന്റെ യൂട്യൂബ് ചാനലിലേക്കാ. ആ, ഒരു 2 സ്ഥലം പറഞ്ഞേ. 2 സ്ഥലം പറയണേ. ഈ സ്പോട്ട് ഭയങ്കര ആ, അത് എനിക്കാണ്. ഇവനക്കുണ്ട്. പക്ഷെ സമയമില്ല. സമയമില്ലാന്ന് പറയണ. എനിക്കും സമയമില്ലാണ്. ഞാൻ ചെയ്യണ്ട്. അതന്നെ തന്നെ. 2 വാക്ക് കടനെ കുറിച്ചിട്ട് ഇവിടുത്തെ വൈബിനെ കുറിച്ചിട്ട്. റീലിപ്പോ എടുക്കണം അല്ലേ? എന്തേലൊക്കെ പറയണം. എന്തായാലും ജെന്യൂൻ ആയിട്ട് പറഞ്ഞിട്ട് 2 റീൽ എടുക്കണം. നിങ്ങള് ഫാമിലി ആയിട്ടല്ലേ വന്നില്? ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു പറയോ? കൊണ്ടുകൊടുക്കാം. നിങ്ങൾ ആ സാധനം മേടിച്ചിട്ട് നമുക്ക് 2 അഭിപ്രായം മേടിക്കാം കേട്ടോ. കസ്റ്റമറെ ഒരു ഫാമിലി അഭിപ്രായങ്ങളാണ് നമുക്ക് വേണ്ടിയത്. കാരണം ഇവിടെ ഫാമിലി റെസ്റ്റോറന്റും അതൊക്കെയാണ്. സാധനം ഉണ്ടോ? ഒരു അഭിപ്രായം പറഞ്ഞേ. അഭിപ്രായം നമ്മളെ തരാനുള്ള നമ്മളെ കൂടെ ഫാമിലീസ് ഉണ്ട്. ഫാമിലീസിന്റെ അഭിപ്രായങ്ങൾ കേട്ടോ. ഓക്കെ. അഭിപ്രായങ്ങൾ വേണം. അഭിപ്രായങ്ങൾ വേണം. മീനെന്നാ ഫാമിലി അഭിപ്രായം പറഞ്ഞെടുത്താ. ക്യാമറ സീനില്ലല്ലോ. ക്യാമറ സീനില്ലല്ലോ. ഇത് യൂട്യൂബ് കേട്ടോ. എന്താ അഭിപ്രായം? എക്സ്പാഷനെ കുറിച്ചിട്ട് പറഞ്ഞോ? ഇനി ഉപ്പിലിട്ടതിനെ കുറിച്ച്. എക്സ്പാഷ്യോ നല്ല ആംബിയൻസ് ആണ്. വേറെ ഒരുപാട് ടീ ഷോപ്പ് ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള മെയിൻ റീസൺ ആംബിയൻസ് കൊണ്ടാണ്. ചായ ഒക്കെ എങ്ങനെ ടേസ്റ്റ്? ചായ അടിപൊളിയല്ലേ? ഇവിടുത്തെ സമാവർ ചായ. പിന്നെ അതുപോലെ ഫുഡും അടിപൊളിയാണ്. ഓക്കെ. ആംബിയൻസ് ആണ് മസ്റ്റ്. പിന്നെ ആ ടീയില് സ്റ്റിക്ക് ഇടുന്നോണ്ട് ഒരു പ്രത്യേക ലുക്ക് ഉണ്ട്. ടീക്ക് സ്റ്റിക്ക് ഇടുന്നോണ്ടേ എപ്പോഴും നമ്മള് സമാവർ ചായ കിട്ടും. ചായ ഇതെന്താ വെറൈറ്റി അറിയോ? നമുക്ക് മധുരം കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ഇളക്കി കഴിഞ്ഞാൽ കിട്ടും അല്ലേ? അതിനെ കുറിച്ച് പറഞ്ഞോട്ടെ. ഇതൊരു അങ്ങനെ ഒരു എല്ലായിടത്തും കാണില്ല. അങ്ങനെ ഒരു സ്റ്റിക്ക് വില കൊടുക്കുന്നുണ്ട്. അപ്പൊ മധുരം നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇളക്കാം. അതന്നെ. കുറവ് കുറച്ച് ഇളക്കാം. ചെയ്യാണ്ട് വിളിക്കാം. അതാണ് നമ്മങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. മധുരം കുറക്കണം, മധുരം മീഡിയം വേണം. ഞാൻ ഇപ്പം ദുബായിന്ന് വരികയാണ്. ഓക്കെ. ഞങ്ങള് വൺസ് ഇൻ എ വീക്ക് ഇവിടെ വരാറുണ്ട്. എല്ലാരും ഉണ്ടാവും. വൺസിന്റെ ഒരു പക്ഷെ 2 ദിവസം കൂടുമ്പോ 3 ദിവസം കൂടുമ്പോ വരും. ഹാങ് ഔട്ട് ആണ് ഞങ്ങളെ.
എല്ലാ വീക്കിലും ഒരു പ്രാവശ്യം കൂടും. ഒന്നാമത് അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഈ ആംബിയൻസ്. ചായ നല്ല സർവീസ് ആണ്, അത്ര തന്നെ. പിന്നെ മൊത്തത്തിൽ കുഴപ്പമില്ല. ഫാമിലി ഒക്കെ വന്നിരുന്ന നല്ല സ്പേഷ്യസ് മുകളിലുള്ള സെറ്റപ്പ് ഒക്കെ അടിപൊളിയാണ്. ഫുഡെല്ലാം കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ്. പാർക്കിംഗ് സൗകര്യം, പാർക്കിംഗ് പിന്നെ ഫ്രീ ആണ്. പിന്നെ ഒന്നും നോക്കാം, കഴിഞ്ഞില്ല കുട്ടിക്ക് കഴിഞ്ഞില്ല. എന്താ ഓരോരുത്തരും പറയാ. എന്തായാലും സംഭവം ഉഷാറാണ്. ഈ തീം ഏതായാലും അടിപൊളിയാണ്. അടിപൊളിയല്ലേ, ഒന്ന് വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാൻ മാത്രമുണ്ട്. ഓക്കെ, അടുത്ത ആള് എന്തെങ്കിലും നിങ്ങൾക്ക് രണ്ടു വാക്ക്. ഇതൊക്കെ തന്നെ അല്ലേ വൈബ് സ്ഥലം, ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്നിരിക്കാം. നല്ല ഉഷാർ സ്ഥലം. അതെ, ഒരു ടീം തന്നെ ഉണ്ട്. അബുദാബിന്ന്, ഉമൽക്കോയിനിന്ന്, അജ്മാന്, അങ്ങനെ നമ്മൾക്കൊരു ടീം തന്നെ ഉണ്ട്. ഫുൾ ഫാമിലി ഞങ്ങൾ ഒന്നിവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, നല്ല വൈബ് സ്ഥലം, നല്ല വൈബ്. നിങ്ങൾക്ക് തരും നിങ്ങളൊക്കെ എവിടെ വർക്ക് ചെയ്യണ? എവിടെ വർക്ക് ചെയ്യണ നിങ്ങളൊക്കെ? ഗവൺമെന്റില്ല. പിന്നെ നിങ്ങളോ? ഒരു ഓയിൽ കമ്പനി. എന്താ കമ്പനിയുടെ പേര്? GPS അല്ലേ? ഓക്കെ. നിങ്ങൾ ഇവിടെ തന്നെയല്ലേ? ഫുജേറ തന്നെയല്ലേ? അപ്പൊ അടിപൊളിയാണ്. അപ്പൊ അടിച്ചു പൊളിക്കാം നമുക്ക്. റമദാൻ 30 നമുക്ക് ഇവിടെ തന്നെ ആക്കാം അല്ലേ? അല്ലല്ല, തറാവ് കഴിഞ്ഞിട്ട് വരണം കേട്ടോ. തറാവ് കട്ട് ചെയ്തിട്ട് വരരുത്. നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ തറാവ് കഴിഞ്ഞിട്ട് വേണോ നമ്മൾ ഉപ്പും മാങ്ങയോ ഇതൊക്കെ തിന്നാൻ വരാൻ. ഓക്കെ, മതി. താങ്ക്സ് എന്തായാലും എല്ലാവരോടും താങ്ക് യു കേട്ടോ. ഓക്കെ, ആശ രണ്ടു വാക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? കടികളൊക്കെ നിങ്ങൾ എന്തെങ്കിലും പറയണോ? എന്താ വെച്ചാൽ പറഞ്ഞു. നിങ്ങൾ എക്സ്പ്രഷനെ കുറിച്ചിട്ട് പറഞ്ഞാൽ മതി. ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതി. രണ്ടു വാക്ക് സംസാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞ വരും, സാധനം വരണം നിങ്ങൾക്ക്. നല്ല വരണം. അല്ല, ഇങ്ങനെ എന്ത് പറഞ്ഞാൽ കുഴപ്പമില്ല. നല്ല പറഞ്ഞാൽ മതി, ഉള്ളത് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അല്ല, ഉള്ളത് പറയണത് പറഞ്ഞ. ഇതെന്താ മൈക്ക? മൈക്ക ഞാൻ പിടിച്ചേരണോ? ഞാൻ പറഞ്ഞോ. നല്ലൊരു ഷോപ്പാ അത്. ചായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഡെയിലി വരാറ് നിങ്ങള്? ഇവിടെ ഡെയിലി വരാം. ഡെയിലി അത്യാവശ്യം ഡെയിലി വരാറുണ്ട്. ഓഫീസ് ടീം മൊത്തം ഉണ്ടാവാറുണ്ട്. എല്ലാവരും പറഞ്ഞോ. ഞങ്ങൾ ഓഫീസിൽ 10-15 ആൾക്കാരുണ്ട്. ഞങ്ങൾ എല്ലാവരും വരാറുണ്ട്. നല്ല ചായയും ഇതൊക്കെയാണ്. പക്ഷെ കുറച്ചൊന്നും ഉഷാറാവാണ്ട്. എന്താണ് ഉഷാറാക്കാനുള്ളത്? കടികളൊക്കെ ഒന്ന് സെറ്റ് ആക്കാണ്ട്. പെട്ടെന്ന് തീരുന്നുണ്ട്. തീരെ നമുക്ക് എംപ്ലോയീസിനെ കൂട്ടാം. അപ്പൊ നല്ല അടിപൊളി എംപ്ലോയീസും. അതല്ല, സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ചുകൂടി ആൾക്കാരെ ഒതുക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ കൂടുതൽ കൊട്ടിയാലോ അല്ലേ? റമദാൻ ആയ കാരണമാണ് കേട്ടോ നമ്മളെ സാധനങ്ങളൊക്കെ വേഗം കഴിഞ്ഞത്. കണ്ടോക്കെ കാലിയൊക്കെ എടുക്കണം. റമദാനിലുള്ള സ്പെഷ്യലുകളൊക്കെ എന്താണെന്നുള്ളത് നോക്കിയിട്ടില്ല. നോക്കിയിട്ട് നാളെ പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങളെ റിവ്യൂ കിട്ടി. ഓക്കെ, നമുക്ക് ഓക്കെ. അപ്പോൾ അങ്ങനെ ഇനി ബാക്കി ഞാൻ പിന്നെ പറയണ്ടിട്ടാ. ഞാൻ മേലത്തെ സെറ്റപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് മക്കളെ. ഇൻഷാ അല്ലാ അടിപൊളിയാണ് മേലത്തെ വൈബ് ഇട്ടാ. ഞാൻ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അവരവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. റമദാൻ സ്റ്റാർട്ടിങ് അല്ലേ, അത് കാണിച്ചു തരാം. അഞ്ജുവിന് എന്തെങ്കിലും പറയണ്ട ബോസ്? അടിപൊളിയാണല്ലേ? എന്ത് റമദാനൊക്കെ ജാഫറിന് രണ്ടു വാക്ക് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളെ സ്പെഷ്യൽ ഐറ്റം എന്തൊക്കെ ഉള്ളത് ഒന്ന് പറഞ്ഞേ. അതായത് കോക്കനട്ട് അവൽ മിൽക്ക് ഉണ്ട്, സോറി ടെൻഡർ അവൽ മിൽക്ക് ഉണ്ട്, കോളാക്കി ഇളനീർ അവൽ മിൽക്ക്, പിന്നെന്താണ് ചെരണ്ടൈസ് 2-3 ഐറ്റംസ്. ചെറുതൈസ് 2-3 ഐറ്റംസ് അങ്ങനെ ഉണ്ടല്ലേ? അതായത് കുറെ ഫ്ലേവർ ആഡ് ചെയ്യും. പിന്നെ സോഡ ഐറ്റംസ് മോര് സോഡ, മസാല സോഡ, അതൊക്കെ ഉണ്ടല്ലേ? അതൊക്കെ ഇവിടെ കത്തും ഒന്നും പറയല്ല, വയറ് കത്തിക്കും. വയറ് കത്തിക്കും. ഫുൾ ഹെൽത്തി ആണ്, അതാണ് മെയിൻ. അങ്ങനെ ഉണ്ടല്ലേ? അപ്പൊ ആയുർവേദം ഫുൾ ആയുർവേദിക് ആണ്. എന്റെ അഭിപ്രായത്തില് മറ്റേ എഗ്ഗ് പുഴുങ്ങിട്ട് അതിന്റെ ഉള്ളിൽ ചമ്മന്തി ആക്കണ പരിപാടി നമ്മുടെ നാട്ടില് ചന്ദ്രേട്ടന്റെ കടയിലൊക്കെ ഉള്ള പോലെ സാധനം. കറക്റ്റ് ചന്ദ്രേട്ടന്റെ കടയാക്കാം. അതന്നെ, അതാക്കിക്കോട്ടെ. അത് നോക്കുന്നുണ്ട്, അടിപൊളിയാണ്. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ പിന്നെ വേറൊന്നും പറയാനില്ലല്ലോ. എല്ലാരും വരിക, വിജയിപ്പിക്കുക, പങ്കെടുക്കുക, വിജയിപ്പിക്കുക, എൻജോയ് ചെയ്യാം.
ഇസിലിക്ക് എന്തെങ്കിലും പറയണ്ട? ഹലോ ഗൈസ് പറഞ്ഞേ. ഇസിലി ഹലോ ഗൈസ്. അവളൊന്നും പറയില്ല. ഓക്കെ, ഇന്ന് തുടങ്ങല്ലേ? അപ്പോൾ നമ്മളുടെ അടുത്ത സബ്സ്ക്രൈബറിന്റെ ഒരു അഭിപ്രായം കൂടി എടുക്കുക. നമ്മളെ എസ്പാഷ്യോ റെസ്റ്റോറന്റിനെ കുറിച്ചിട്ട് 2 വാക്കുകൾ പറയോ? ഉപ്പിലിട്ട് തരാം. കഴിച്ചു നോക്കിയാ. ഉപ്പിലിട്ട് മാത്രമല്ല പറയണ്ടേ, എസ്പാഷ്യോന്റെ ഒരു മൊത്തത്തിലുള്ള അഭിപ്രായം. നിങ്ങൾ ഇവിടേക്ക് ഡെയിലി ചായ കുടിക്കാൻ വരാറുണ്ടോ? ഓക്കെ, എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട് സമാവർ ചായ? ചായ നമ്പർ 1, ബെസ്റ്റ്. പഴംപൊരി ഐറ്റംസ്, പഴംപൊരി, പിന്നെ കുറെ അറിയപ്പെടുന്ന ഫുഡ് ഇവിടെ ഐറ്റംസ് കുറെ ഉണ്ട്. അത് ഇവിടെ ചോദിച്ചറിഞ്ഞ് നമ്മൾ സ്പെഷ്യലായി വാങ്ങണം. സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ? സർവീസ് അടിപൊളി, ഉഷാറ്. ഫുഡും അടിപൊളി. കസ്റ്റമർ സർവീസ് ആണ് നമ്പർ 1. ഓക്കെ, പാർക്കിംഗ് സൗകര്യമുള്ള അതിനെ കുറിച്ചിട്ട്. ഓക്കെ, ദുബൈയിൽ നിന്നൊക്കെ അബുദാബിയിൽ നിന്നൊക്കെ ആർക്കെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പായി വന്നു കഴിഞ്ഞാൽ ചായ അടിക്കാനും ഫുഡ് അടിക്കാനൊക്കെ അത്യാവശ്യം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ കൂടി ആണോ അല്ലയോ? ഞാൻ നമ്മള് എത്ര റെസ്റ്റോറൻറ്റ് നോക്കിയാലും ഇത്ര പാർക്കിംഗ് സൗകര്യം ഇതൊക്കെ ഉള്ള ഒരു സൗകര്യം, ഒരു ഏരിയ എക്സ്പ്രസ് മാത്രമേ. റെസ്റ്റോറൻറ്റ് വേറെ അല്ലേ? ഓക്കെ, ഇതാരും കാണില്ല കേട്ടോ. എൻ്റെ കുറച്ച്